ഇന്ദ്രജിത്തും ലക്ഷ്മണകുമാരനും തമ്മിലുള്ള അത്യുഗ്രമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹായുദ്ധത്തിൽ ലക്ഷ്മണകുമാരൻ്റെ വീരോജ്വലമായ ആയുധപ്രയോഗത്തിൽ ഇന്ദ്രജിത്തിന് മുഖം വാട്ടം വന്നു തുടങ്ങി. ഇത് കണ്ടുനിന്ന വിഭീഷണൻ പോരിന് ഇമ്പമേറുന്ന തരത്തിൽ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, മഹാബാഹുവായ അല്ലയോ ലക്ഷ്മണകുമാര, ആ രാവണിയിൽ പല പല തരത്തിലുള്ള അടയാളങ്ങൾ ഞാൻ കാണുന്നു. ഒന്നുകൂടി ആവേശത്തോടു കൂടി യുദ്ധം ചെയ്യൂ. കുറച്ചൊരാവേശം കാണിച്ചു കഴിഞ്ഞാൽ അവൻ തോൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. കൊടിയ വിഷമാർന്ന പാമ്പുകളെ പോലെയുള്ള അസ്ത്രങ്ങൾ ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്തിനെതിരെ അയച്ചു. തീജ്വാലയ്ക്കൊക്കുന്ന അവ ഇന്ദ്രാശനി പോലെ തീഷ്ണതരങ്ങളായിരുന്നു. ലക്ഷ്മണന്റെ അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിന്റെ സർവ ഇന്ദ്രിയങ്ങളെയും സംക്ഷുബ്ധമാക്കി. അല്പസമയം ഇന്ദ്രജിത്ത് ബോധമില്ലാതായി തീർന്നു. എന്നാൽ ഉടനെ തന്നെ തൻ്റെ സ്വാസ്ഥ്യം തിരിച്ചു കിട്ടിയ ഇന്ദ്രജിത്ത് തൻ്റെ മുന്നിൽ ചാപബാണധാരിയായി നിൽക്കുന്ന വീരദാശരഥിയെ കണ്ടു. കോപത്തോടുകൂടി കൺചുകന്ന നിശാചരൻ ലക്ഷ്മണനോട് പരുഷമായ വാക്കുകളോടുകൂടി ഘോര സ്വരത്തിൽ പറഞ്ഞു, ഹേ സൗമിത്രി, മുമ്പുണ്ടായ യുദ്ധത്തെ നീ ഓർക്കുന്നില്ലേ? എൻ്റെ പരാക്രമം നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? അന്ന് നീ നിന്റെ ജ്യേഷ്ഠനോടുകൂടി ശ്രീരാമനോടുകൂടി നിലത്തുരുണ്ട് കിടന്നത് ഓർക്കുന്നില്ലേ? നിങ്ങളുടെ പടകളെയും അവരുടെ മുന്നിലായി നിങ്ങളെയും ഞാൻ അന്ന് ബോധം കെടുത്തി വീഴിച്ചത് നീ മറന്നുപോയോ? ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇന്നു ഞാൻ നിന്നെ കാലാപുരിയിലേക്ക് അയക്കാം. അതിനാണല്ലോ നിന്റെ ആഗ്രഹം മുഴുവൻ. എന്നോട് നേരിടാൻ നീ ഇച്ഛിക്കുന്നു എന്നുള്ളത് കാലാപുരിയിൽ പോകാൻ നീ ഇച്ഛിക്കുന്നു എന്നതിന് തുല്യമാണ്. എൻ്റെ പരാക്രമം കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാനത് കാണിച്ചു തരാം. ചുവട് വെച്ച് ഊന്നി നിന്നുകൊള്ളൂ. ക്രോധാന്തനായ മേഘനാഥൻ മഹാശക്തിയോടുകൂടി 7 ബാണങ്ങളെ ലക്ഷ്മണകുമാരൻ്റെ നേർക്കയച്ചു. ഏറ്റവും കൂർത്തതും മികച്ചതുമായ 10 അമ്പുകളെ ഹനുമാന്റെ ശരീരത്തിലേക്കും പറഞ്ഞ നേരം കൊണ്ട് അയച്ചു കഴിഞ്ഞിരുന്നു. രോഷം കൊണ്ട് വാശിയേറിയ രാവണി ശരിക്കും 100 ശരങ്ങളെ കൊണ്ട് വിഭീഷണന്റെ ശരീരത്തെയും പിളർത്തി കളഞ്ഞു. ഇന്ദ്രജിത്തിന്റെ ഈ പണി കണ്ട ശ്രീരാമചന്ദ്രന്റെ പൊന്നനുജൻ ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറയുവാൻ തുടങ്ങി, ഇന്ദ്രജിത്തെ, വളരെ മോശമായിരിക്കുന്നു നിന്റെ ഈ പ്രവൃത്തി. നിർഭയനായി അനേകം ഘോരസായകങ്ങളെ ഉടനെ തന്നെ ലക്ഷ്മണകുമാരൻ രാക്ഷസകുമാരന്റെ ശരീരത്തിലേക്ക് പൊഴിച്ചു. ആ ലക്ഷ്മണകുമാരന്റെ കടക്കണ്ണ് ചുകന്നുകൊണ്ട് ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, ഹേ രാക്ഷസേന്ദ്ര, ശൂരന്മാർ ഇത്തരത്തിലല്ല കഠിന യുദ്ധത്തിൽ അമ്പെയ്യുക. അങ്ങയുടെ അസ്ത്രങ്ങൾ വളരെ ദുർബലങ്ങളാണ്. ഇതെല്ലാം ഞങ്ങളുടെ ദേഹങ്ങളെ തലോടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞങ്ങളെ വേദനിപ്പിക്കുന്നേയില്ല. വിജയകാംക്ഷിയായ വീരന്മാർ ഇങ്ങനെയല്ല പൊരുതുക. നീ എന്താണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഉടനെ തന്നെ ഇത്രയും പറഞ്ഞ ലക്ഷ്മണകുമാരൻ ഒരു പേമഴ പോലെ രാവണിയെ സമീപിക്കുകയാണ്. പൊന്നണി പോർച്ചട്ട പൊട്ടി ചിതറിപ്പോയി. നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് പോലെ രഥാങ്കണത്തിൽ ഇന്ദ്രജിത്തിന്റെ തങ്കച്ചട്ട ശകലങ്ങളായി പിളർന്നുകൊണ്ട് താഴേക്ക് പതിച്ചു. എഴുത്താണിയമ്പുകൾ ദേഹത്തിൽ ധാരാളം കൊണ്ടു തുടങ്ങി. വീരാധിവീരനായ രാവണി പുലർക്കാല കതിരോൻ പോലെ രക്തവർണ്ണ ശരീരനായി തീർന്നു. വേദനയാൽ പുളഞ്ഞുപോയിട്ടുള്ള ഇന്ദ്രജിത്ത് ക്രോധം മുഴുത്ത് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ കൊണ്ട് വീരലക്ഷ്മണകുമാരന്റെ ദിവ്യ കവചം പിളർത്തു. ചെയ്തതിന് പകരം മറ്റൊന്ന് ചെയ്ത് തീർത്തു. അന്യോന്യം കഠിനമായി 2 പേരും അങ്ങനെ അസ്ത്രങ്ങൾ എയ്തു. 2 പേരും കിതച്ചുകൊണ്ട് മഹായുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. സർവ അംഗങ്ങളിലും അസ്ത്രങ്ങളേറ്റുകൊണ്ട് ചെഞ്ചോരയൊഴുകി. കൂർത്തുമൂർത്തുള്ള ശരങ്ങളാൽ വളരെയധികം സമയം അവർ യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ശരീരത്തിലെ പല പല ഭാഗങ്ങളും ചെത്തിയെടുത്തതുപോലെയായി 2 പേരുടെയും. അതിശക്തന്മാരായ മതയാനകൾ പോലെ പരസ്പരം നിഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടെ യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ അദൃഷ്ടപൂർവമായ ആ അടരിനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടാണ് സർവരും നോക്കി നിന്നത്. മഹാശൂരന്മാരായ വിഭീഷണൻ ഉടനെ തന്നെ വൻ വില്ലേന്തിക്കൊണ്ട് യുദ്ധക്കളത്തിന്റെ മുന്നിൽ ചെറുഞാണൊലി മുഴക്കിക്കൊണ്ട് ഇന്ദ്രജിത്തിന്റെ സൈന്യങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി. മുനകൂർത്ത വൻ വിശിഖങ്ങളെ അരക്കന്മാരുടെ നേരിട്ട് അദ്ദേഹം അയക്കുവാൻ തുടങ്ങി.
വജ്രങ്ങൾ വൻ മലകളെ എന്ന പോലെ അവ നിശാചരന്മാരെ വീഴ്ത്തി തുടങ്ങി. അമാത്യന്മാരായ ഉത്തമ രാക്ഷസന്മാർ തങ്ങളുടെ കൈവശമുള്ള ശൂലവും വാളും പട്ടസവും എന്നിവ കൊണ്ട് വീരരാക്ഷസ മുഖ്യന്മാർ മുഴുവൻ യുദ്ധത്തിനിറങ്ങിയെങ്കിലും അവരുടെ ശരീരം മുഴുവൻ പിളർത്തിക്കൊണ്ട് വിഭീഷണൻ അസന്തുഷ്ടരായ ആനകളുടെ മധ്യത്തിലെ ഗജേന്ദ്രനെ പോലെ പ്രശോഭിക്കുവാൻ തുടങ്ങി. രാക്ഷസ പടയോട് പടവെട്ടുവാൻ നോക്കുന്ന കപിവീരന്മാരോട് വിഭീഷണൻ ആത്മവിശ്വാസം കൊടുക്കുന്ന തരത്തിൽ വാനരവീരന്മാരെ നോക്കിക്കൊണ്ട് ഉഗ്രമായ സ്വരത്തിൽ പറഞ്ഞു, ഹേ ഹരിവരന്മാരെ, ഈ നിൽക്കുന്ന ഒരൊറ്റ ആളാണ് രാവണന്റെ ശക്തി. ഉറ്റ ആശ്രയമായിട്ടുള്ളതും രാവണന് ഈ രാവണിയല്ലാതെ മറ്റൊരാളല്ല. ഇവൻ കൊണ്ടുവന്ന സൈന്യങ്ങളിൽ ഈ കാണുന്നവർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവന്റെ സൈന്യങ്ങളിൽ ഇനി ഇവർ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മഹാപാപിയെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ രാവണന്റെ കഥ തീർന്നു. ലങ്കയിലെ വൻ പടനായകന്മാർ മുഴുവൻ അവസാനിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞ വിഭീഷണൻ ഏതൊക്കെ പടനായകന്മാരാണ്, വീരാധിവീരന്മാരാണ്, സേനാനായകന്മാരാണ്, രാവണന്റെ ബന്ധുക്കളാണ്, മക്കളാണ് മരിച്ചു വീണതെന്ന ഒരു വലിയ പട്ടികയാണ് ഇനി ഹരിവരന്മാര് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി പറയാൻ തുടങ്ങിയത്. വിഭീഷണൻ പറഞ്ഞു, പ്രഹസ്തൻ വീണിരിക്കുന്നു. വീരനും ബലവാനുമായ നികുംഭനും കുംഭകർണനും കുംഭനും ധൂമ്രാക്ഷനും താഴെ വീണിരിക്കുന്നു. അത്യുജ്വല വീരനായ ജംബുമാലിയും മഹാമാലിയും തീഷ്ണവേഗനും അശനിപ്രഭവനും യജ്ഞകോപനും വജ്രദംഷ്ട്രനും താഴെ വീണിരിക്കുന്നു. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന സംഹ്രാതിയും വികടനും അരിഘനനും തപനനും ദമനനും പ്രഖസനും പ്രഖാസനും ജംഘനും പ്രജംഘനും ദുരാധർഷനായ അഗ്നികേതുവും കാലാപുരിയിൽ ചേർന്നിരിക്കുന്നു. വീര്യവാനായ രശമികേതു, വിദ്യുജ്വവിഹൻ, അതിമുഖ്യനായിട്ടുള്ള സൂര്യശത്രു, ആത്മശക്തിയാർന്ന കമ്പനൻ, ദേവാന്തകൻ, നരാന്തകൻ, അകമ്പനൻ, സകാപ്, സുപാർശൻ, ചക്രമാലി തുടങ്ങിയ പ്രധാന നിശാചരന്മാർ മുഴുവൻ നിഗ്രഹിച്ച് അവരെല്ലാവരും കാലാപുരിയിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണസമുദ്രം നമ്മളിതാ നീന്തി കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും ഒരു പൈക്കുളമ്പ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാ ഈ കാണുന്ന ബാക്കിയുള്ള സൈന്യങ്ങളുണ്ടല്ലോ, രാക്ഷസ സൈന്യങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ബാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹേ വാനരശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഇവരെ വളരെ വേഗത്തിൽ വിജയിക്കുക. മഹാശക്തന്മാരായ എല്ലാവരും നേരിട്ട് വന്ന് എതിർത്ത് ഹതരായി തീർന്നിരിക്കുകയാണ്. ഇവന്റെ അച്ഛനായ ഞാൻ തന്നെ ഇവനെ എതിർക്കുന്നത് സമുചിതമല്ല. വിഭീഷണൻ പറയാണ്, ഇവന് അച്ഛന് തുല്യമാണ് ചെറിയച്ഛൻ. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇവന്റെ അച്ഛനായ ഞാൻ തന്നെ ഇവനോട് എതിരിടുന്നത് സമുചിതമല്ല. ശ്രീരാമദേവ കാരുണ്യത്തിന് വേണ്ടി അറയ്ക്കാതെ തന്നെ സഹോദരപുത്രനെ ഞാൻ നിഗ്രഹിക്കുമായിരുന്നു. എന്നാൽ ഇവന്റെ നേരിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അശ്രുക്കൾ കണ്ണുമൂടുകയാണ് സുഹൃത്തുക്കളെ. വിഭീഷണന്റെ ആ സമയത്തെ മാനസിക സംഘർഷത്തെ എത്ര ഭംഗിയായിട്ടാണ് വിഭീഷണൻ പറയുന്നത്. ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടാൻ, അവനെ വധിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ അവനുമായി യുദ്ധം ചെയ്യുമ്പോൾ, അവനോട് നേരിട്ട് നിൽക്കുമ്പോൾ അശ്രുക്കൾ കണ്ണുമൂടുകയാണ്. മഹാബാഹുവും അമേയ യുദ്ധവിശാരദനുമായ ലക്ഷ്മണകുമാരൻ അവനെ നിഗ്രഹിക്കുമെന്നത് തീർച്ചയാണ്. ഇവന്റെ ചുറ്റും നിൽക്കുന്ന ഭൃത്യന്മാരെ ഉടനെ തന്നെ നിങ്ങൾ ഒടുക്കിക്കളയുവിൻ. നിർമ്മല യശസാർന്ന വിഭീഷണന്റെ പ്രേരണ വാനരപ്രമുഖന്മാരെ ആവേശഭരിതന്മാരാക്കി. അവർ ഇമ്പമാർന്ന തങ്ങളുടെ വാൽ ചുഴറ്റി പലവിധ ശബ്ദങ്ങളാൽ ആർത്തുകൊണ്ട് കാർമേഘമുരുളുന്നത് പോലെ ആൺമയിലുകളെ പോലെ വാനരപ്പട ഉടനെ തന്നെ രാക്ഷസപ്പടയുടെ മേലെ ചാടി വീണു. ജാമ്പവാൻ ആനന്ദത്താൽ അലറി. സ്വയൂഥ ഉപഗണങ്ങളോടുകൂടി കല്ല്, പല്ല്, നഖങ്ങൾ എന്നിവ കൊണ്ട് നക്തഞ്ചരന്മാരെ ഹനിക്കുവാൻ തുടങ്ങി. മുഴുവനും മുട്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഋക്ഷേശ്വരനെ കണ്ട രാക്ഷസന്മാർ എല്ലാവരും കൂടിച്ചേർന്ന് ഭയമെല്ലാം വെടിഞ്ഞുകൊണ്ട് അവരും യുദ്ധം ആരംഭിച്ചു. കപിരാക്ഷസന്മാർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് പിന്നീടുണ്ടായത്. ക്രോധം മുഴുവൻ ദേവാസുരന്മാരുടെ മഹായുദ്ധം എന്ന പോലെ ഉഗ്രനാദങ്ങൾ അടർക്കളത്തിൽ നിന്ന് അടിക്കടി ഉയരുന്നത് എല്ലാവരും കേൾക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിരുന്ന ഹനുമാൻ ലക്ഷ്മണകുമാരനെ സൗമിത്രിയെ താഴെ ഇറക്കിക്കൊണ്ടൊരു വലിയ വൻവൃക്ഷം പറിച്ചെടുത്ത് ശത്രു സൈന്യത്തിന്റെ ഉള്ളിലേക്ക് ചാടി വീണ് ചുടിച്ചെടുത്ത് രാക്ഷസന്മാരുടെ നേരെ ചെന്ന പവനതനയൻ 1000 അസുരന്മാരെ പറഞ്ഞ നേരം കൊണ്ട് കാലാപുരിയിലേക്ക് അയച്ചു. എന്നാൽ ഈ സമയം ഇളയച്ചനോട് അല്പസമയം ഇന്ദ്രജിത്ത് ഒന്ന് നേരിട്ട് നോക്കി.
എന്നാൽ ഈ സമയത്ത് തന്റെ നേരെ വരുന്ന ലക്ഷ്മണകുമാരനോട് തന്നെ പൊരുതുവാൻ ഉറച്ചുകൊണ്ട് വീണ്ടും രണ്ടുപേരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. സുമിത്രാനന്ദനൻ അതിതീഷ്ണങ്ങളായ 4 നാരാജങ്ങൾ ഒപ്പം തന്നെ ഇന്ദ്രജിത്തിന് നേരെ അയച്ചു. പൊങ്കോപ്പുകൾ അണിഞ്ഞതും ഭീമങ്ങളുമായ കറുത്ത 4 അശ്വങ്ങളിലും ആ അസ്ത്രങ്ങൾ ചെന്ന് തറച്ചു. മൂർച്ച കൊണ്ട് വെളുത്തു വെട്ടിത്തിളങ്ങിയ മറ്റൊരു ശരം അകർണാന്തം വലിച്ചു വിട്ടു ലക്ഷ്മണൻ. മഹേന്ദ്രാശനി തുല്യം സുഭാസുരവും തലാശബ്ദാനുനാദവുമുള്ള ആ ബാണം ശ്രീയാർന്ന രഘുവരന്റെ കൈവേഗത്തെ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ദ്രജിത്തിന്റെ സാരഥിയുടെ മസ്തകത്തെ മുറിച്ചു വീഴ്ത്തി. തേജസ്വിയായ മണ്ഡോദരി പുത്രൻ സൂതൻ വീണപ്പോൾ ഉടനെ തന്നെ സാരഥിയുടെ പ്രവൃത്തിയും ഏറ്റെടുത്ത് അടുത്ത നിമിഷം കൊണ്ട് മറ്റൊരു വില്ലെടുത്തു. ആ ഭയങ്കര യുദ്ധത്തിൽ അവന്റെ സാമർഥ്യത്തെ കണ്ടവരെല്ലാം വിസ്മയാവിഷ്ടരായി തീർന്നു. അതിലധികവും ആശ്ചര്യാജനകമായി തീർന്നു കുമാരലക്ഷ്മണന്റെ ആയോധനം കണ്ടപ്പോൾ. ഇന്ദ്രജിത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ അത്ഭുതപ്പെട്ടവർ, അതേസമയം ലക്ഷ്മണകുമാരന്റെ യുദ്ധതന്ത്രം കാണുമ്പോൾ, യുദ്ധത്തിലുള്ള വേഗത കാണുമ്പോൾ അതിലധികം അമ്പരന്നുപോയി. എല്ലാവരും ആശ്ചര്യജനകമായി തീർന്നു ലക്ഷ്മണകുമാരന്റെ ആയോധന കല. ഒരു നിമിഷം മാത്രമേ ഇന്ദ്രജിത്തിന് കുതിരകളിൽ കൈവയ്ക്കേണ്ടി വന്നുള്ളൂ. അടുത്ത നിമിഷത്തിൽ വില്ലെടുക്കാം. പക്ഷേ കൈകൾ അശ്വത്തിലാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ദേഹത്തിൽ അമ്പുകൾ വന്ന് തറയ്ക്കുകയായി. വില്ലെടുത്താൽ കുതിരകളിലും അസ്ത്രങ്ങൾ വന്ന് തറയ്ക്കുകയായി. ഇങ്ങനെ നിർഭയമായി സഞ്ചരിച്ചുകൊണ്ട് സാരഥ്യവും യുദ്ധവും ചെയ്യുന്ന ഇന്ദ്രജിത്തിൽ കൈവേഗമുള്ള സൗമിത്രി ശരങ്ങൾ തൂകി. സൂതൻ മൃതനായി കണ്ട രാവണിയുടെ കുറുമ്പെല്ലാം പോയി. അല്പാൽപമായി അവശനായി തുടങ്ങി. അരക്കന്റെ ആനനത്തിൽ വാട്ടം കണ്ട വാനരന്മാർ അത്യാഹ്ലാദത്തോടെ ലക്ഷ്മണകുമാരനെ വാഴ്ത്തി തുടങ്ങി. ഉടനെ തന്നെ പ്രമാധിയും ശരഭനും ഗന്ധമാദനും രഭസനും ഉടനെ തന്നെ ചാടിക്കയറി രാവണിയുടെ 4 കുതിരകളുടെ മേലേക്കും ചാടിക്കയറി. രാവണി യുദ്ധം ചെയ്യുന്നതിനിടയിൽ കുതിരപ്പുറത്ത് ചാടിക്കയറിയ ഈ വീരവാനരന്മാർ ഭീമപരാക്രമികളായ 4 പർവ്വതത്തിന് തുല്യമായിട്ടുള്ള ആകാരമുള്ളവർ ആ അശ്വങ്ങളുടെ ശരീരത്തിൽ കയറിയപ്പോൾ അശ്വങ്ങൾ തളർന്നു. അവയുടെ വായിൽ നിന്ന് രക്തമൊഴുകി. അവ ചതഞ്ഞരഞ്ഞ് ഭൂമിയിൽ പതിച്ചു. 4 പേരുടെയും കൈക്കരുത്ത് രഥത്തിൽ ഒന്നിച്ചു പതിച്ചു. ആ സമയം തേരിന്റെ രൂപം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി. ഊക്കോടുകൂടി ആ വാനരന്മാർ തിരിച്ചടി നൽകി സൗമിത്രിയുടെ സമീപത്ത് വന്നു നിന്നു. തേരും കുതിരയും സൂതനും പോയ ഇന്ദ്രജിത്ത് ആകാശത്തിലേക്ക് ചാടി ശരങ്ങൾ വർഷിച്ചുകൊണ്ട് ലക്ഷ്മണനോടടുത്തു. ഉത്തമശ്വങ്ങളും ദിവ്യരഥവും പോയി. തന്നെ പോലെ തന്നെ നിലത്ത് നിന്ന് നിശിത ചരങ്ങൾ തൂകുന്ന ഇന്ദ്രജിത്തിനെ സൗമിത്രി ക്രൂരബാണങ്ങൾ കൊണ്ട് അട്ടിമുട്ടി പിളർത്തി തുടങ്ങി. ലക്ഷ്മണകുമാരന്റെ അസ്ത്രവിദ്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇന്ദ്രജിത്ത് മറ്റൊരു യുദ്ധതന്ത്രത്തെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി. കുതിരകൾ ചത്ത് ഭൂമിയിൽ നിൽക്കുന്ന തേജസ്വിയായ ഇന്ദ്രജിത്ത് ആളുന്ന അഗ്നി പോലെ പൂർവാധികം ഉജ്ജ്വലനായി. വില്ലെടുത്തവരിൽ അദ്വിതീയനാണ് 2 പേരും. ഘോരാരണ്യത്തിലെ 2 ഗജേന്ദ്രന്മാരെ പോലെ അന്യോന്യം നിഗ്രഹിക്കുന്നതിനായി ഉത്കൃഷ്ടമായ ശരങ്ങളെ പൊഴിച്ചുകൊണ്ടേയിരുന്നു അവർ. വാനരമുഖ്യന്മാരും രാക്ഷസ ശ്രേഷ്ഠന്മാരും സ്വാമിമാരെ വിടാതെ തന്നെ യുദ്ധക്കളത്തിൽ സഹായിച്ചുകൊണ്ടേയിരുന്നു. ലങ്കേശ്വരന്റെ തനയൻ പ്രഹൃഷ്ടനായി സ്വസൈന്യത്തെ പ്രശംസിച്ച് അവർക്കെല്ലാം ഇമ്പമുണ്ടാക്കുന്ന തരത്തിൽ സ്വന്തം സൈന്യങ്ങളോടായി ഇന്ദ്രജിത്ത് പറഞ്ഞു: അലയോ അസുരവരന്മാരെ, ദിക്കുകളെല്ലാം ഇതാ അന്ധകാരത്തിൽ ചൂഴ്ന്നു. അവനവന്റെ കൂട്ടരെയും ശത്രുക്കളെയും കണ്ടറിയാൻ സാധിക്കാത്ത മട്ടിലായി കഴിഞ്ഞിരിക്കുന്നു ദിക്കുകളെല്ലാം. നിർഭയരായ നിങ്ങൾ കവികളെ അറിയിക്കാതെ തന്നെ കഠിന യുദ്ധം തുടരുക. ഞാൻ അല്പനിമിഷത്തിനുള്ളിൽ രഥത്തിൽ കയറി ഇവിടെ എത്താം. ആരും അറിയാതെ വേണം എനിക്ക് പോകാൻ. എൻ്റെ ഒന്നിച്ച് നഗരത്തിലേക്ക് ഇവർ വന്നു ചേരരുത്. അതുകൊണ്ട് ഞാൻ പോയതറിയാത്ത തരത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. വാനരന്മാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് രാവണസൂനു ഇന്ദ്രജിത്ത് അവിടെ നിന്ന് വളരെ വേഗത്തിൽ അന്തർധാനം ചെയ്തു. ഉടനെ തന്നെ ലങ്കാനഗരിയിൽ പോയി. വൈരിഘാതകനായ ഇന്ദ്രജിത്ത് പൊന്നണിഞ്ഞ ഒളിമിന്നലുള്ള ഒരു തേരിനെ സംഘടിപ്പിച്ച് ഒന്നാന്തരം കുതിരകളെ കെട്ടി വാൾ, കുന്തം എന്നിവ കൊണ്ട് തേര് നിറച്ച് വേണ്ടത് പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവനും അശ്വജ്ഞനുമായൊരു സൂതനോടുകൂടി രഥത്തിൽ കയറി. ഏതു പോരിലും വിജയം ലഭിക്കാറുള്ള മണ്ഡോദരി പുത്രൻ അതിപ്രധാനികളായ രാക്ഷസന്മാരാൽ ആവൃതനായി ലങ്കാനഗരിയിൽ നിന്ന് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. കാലബല പ്രേരിതനായ ആ അതിതേജസ്വി ശീഘ്രഗമനത്തോടുകൂടിയ അശ്വങ്ങളുള്ള രഥത്തിൽ കയറി അടർക്കളത്തിൽ വിഭീഷണാന്വിതനായി നിൽക്കുന്ന ലക്ഷ്മണനെ നേരിട്ടു.
രാവണാത്മജൻ തേലിലിരിക്കുന്നത് കണ്ട ലക്ഷ്മണനും വീര്യമേറുന്ന വാനരന്മാരും വിഭീഷണനുമെല്ലാം ഇന്ദ്രജിത്തിന്റെ വേഗതയിൽ അത്യത്ഭുതപ്പെട്ടുപോയി. കോപാന്ധനായി തീർന്ന ഇന്ദ്രജിത്ത് 100 1000 എന്ന വിധത്തിൽ അസ്ത്രജാലങ്ങൾ കൊണ്ട് കപിമുഖ്യന്മാരെ മുഴുവൻ വീഴ്ത്തി തുടങ്ങി. വില്ലിനെ ചക്രം പോലെ വളച്ച് അതിലാഘവത്തോടെ അവൻ അയക്കുന്ന അസ്ത്രങ്ങളേറ്റ് അവശരായ കപിമുഖ്യന്മാരെല്ലാം പതുക്കെ പിന്മാറുവാൻ തുടങ്ങി. ഘോരവിക്രമികളായ അവർ ലക്ഷ്മണ സമീപത്തേക്ക് ചെന്ന് ബ്രഹ്മദേവനെ ദേവന്മാർ ആശ്രയിക്കുന്നത് പോലെ ആശ്രയിച്ചു. രഘുനന്ദനന്റെ കടക്കൺ ചുമന്നു. കരവേഗം വ്യക്തമാക്കുന്ന വിധത്തിൽ ശരങ്ങളെ കൊണ്ട് ഇന്ദ്രജിത്തിന്റെ വില്ല് മുറിച്ചു. പെട്ടെന്ന് അവൻ മറ്റൊരു ചാപമെടുത്തു കുലയേറ്റി. 3 അസ്ത്രങ്ങൾ ഒപ്പം തന്നെ ലക്ഷ്മണ സന്നിധിയിൽ നിന്ന് പറന്നു ചെന്ന് ആ വില്ലും മുറിച്ചു മാറ്റി. അവർണ്യ കൈവേഗതയുള്ള രാവണി വില്ലെടുക്കുമ്പോഴേക്കും സർപ്പവിഷം പോലെയുള്ള 5 അമ്പുകൾ അവന്റെ നെഞ്ചിൽ തറച്ചു. തുടുത്ത പാമ്പുകൾ പോലെ അവ മണ്ണിൽ വീണു. രക്തം ഛർദിച്ചു മേഘനാഥൻ. അതിശക്തിയും ഞാണുറപ്പുള്ളതും വലിയൊരു ചാപമെടുത്ത് മികവുറ്റ കൈവേഗത്തിൽ സൗമിത്രിയെ നേരിട്ടുകൊണ്ട് ബാണവർഷം ചെയ്തു. എന്നാൽ പരന്തപനായ ലക്ഷ്മണകുമാരെ യാതൊരു കൂസലും കൂടാതെ നിർഭയനായി അതെല്ലാം നേരിട്ടു. സുദൃഢ വിക്രമനായ സൗമിത്രി കോപിഷ്ഠനായി ശരങ്ങൾ അയച്ച് കുതിരകളെ ആകെ ഞെട്ടിച്ചു നിർത്തി. അസഹ്യമായ കർമ്മം രാവണിയെ ക്രോധാന്തനാക്കി തീർത്തു. ശക്തനായ ആ ദശാനന തനയൻ 10 സായകങ്ങൾ ലക്ഷ്മണന്റെ വക്ഷസിലേക്ക് ആഞ്ഞുവിട്ടു. പാമ്പിൻ വിഷം പോലെ ഉഗ്രമായതും വജ്രതുല്യതുമായ ആ ദാശരഥിയുടെ പൊന്നണിഞ്ഞ പോർച്ചട്ടയിൽ തട്ടി അതെല്ലാം പൊടിഞ്ഞ് താഴെ വീഴുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കണ്ട് അരിശം മൂത്ത അസുരേന്ദ്ര തനയൻ വിഭീഷണന്റെ മുഖത്തേക്ക് 3 അമ്പുകളാണ് പെട്ടെന്ന് അയച്ചത്. കപിയൂഥന്മാരിൽ ഓരോരുത്തരിലും അനേകം ശരങ്ങൾ വളരെ വേഗത്തിൽ ലക്ഷ്മണകുമാരനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ രാവണി കൊള്ളിച്ചു. ക്രോധം കൊണ്ട് വിഭീഷണൻ ഗദയെടുത്തു. ദുഷ്ടനായ ഇന്ദ്രജിത്തിന്റെ ഹയങ്ങളെ അടിച്ചു കൊന്നു. കുതിരകളും സൂതനും പോയ രഥത്തിൽ നിന്ന് ചാടിയ അവൻ അത്യുഗ്രമായൊരു വേലെടുത്ത് ഇളയച്ചന്റെ നേർക്കെറിഞ്ഞു. എന്നാൽ ആ വേല് വിഭീഷണന്റെ നേർക്ക് വരുന്നത് കണ്ട ലക്ഷ്മണകുമാരൻ ആ വേലിനെ ക്രൂരമ്പുകൾ കൊണ്ട് 10 കഷ്ണങ്ങളാക്കി താഴെ വീഴ്ത്തി. വാശിയോടെ ലക്ഷ്മണൻ വരുണാസ്ത്രം എടുത്തു വിട്ടു. രൗദ്രാസ്ത്രം ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. മഹാത്ഭുതമായ മട്ടിൽ വാരുണമുണ്ടല്ലോ അപ്പോൾ മടങ്ങിപ്പോയി. അതിതേജസ്വിയായ ഇന്ദ്രജിത്ത് കത്തിജ്വലിക്കുന്ന ആഗ്നേയാസ്ത്രത്തെ ലോകം മൂടിക്കത്തക്ക വിധത്തിൽ തൊടുത്ത് ലക്ഷ്മണകുമാരന്റെ നേർക്കു വിട്ടു. വീരലക്ഷ്മണൻ സൗരാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു. ഇങ്ങനെ അത്യത്ഭുതവും രോമാഞ്ചജനകവുമായി തീർന്നു ഇരുവരുടെയും യുദ്ധം. സ്വർഗത്തിൽ നിന്ന് സർവ്വദേവന്മാരും വന്നെത്തി ലക്ഷ്മണകുമാരനെ നോക്കി നിന്നു. കപിരാക്ഷസന്മാരുടെ കൊടും പോരിൽ നിന്നുണ്ടാകുന്ന ഘോര ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ ആശ്ചര്യപ്പെട്ട അനേകം ഭൂതങ്ങൾ അമ്പരതലത്തിൽ നിരന്നു തുടങ്ങി. ദേവർഷിമാരും പിതൃക്കളും ഗന്ധർവന്മാരും ഗരുഡനും തുടങ്ങി എല്ലാവരും ദേവേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് രഘുപുത്ര സമരം സാഗൂതം കാണുവാൻ, അവർക്കെല്ലാം രക്ഷയേകുവാൻ, ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുന്നത് കാണുവാൻ, കൺകുളിരെ കാണുവാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചു. വളരെ വേഗത്തിൽ തന്നെ ശ്രേഷ്ഠനായ ലക്ഷ്മണൻ ശ്രേഷ്ഠമായ തൻ്റെ പള്ളിവില്ലിൽ നിന്ന് ഒരു ശ്രേഷ്ഠ സായകത്തെ ചേർത്ത് ഞാൻ മുറുക്കി കാർമുകിൽ ഭാവത്തിലുള്ള ഇന്ദ്രജിത്തിന് നേരെ അകർണാന്തം വലിച്ചു വിട്ടു. ആ വലിച്ചു വിട്ടുകൊണ്ട് പുരുഷോത്തമനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ മന്ത്രം മനസ്സിൽ ചൊല്ലി അസ്ത്രത്തെ ചേർത്ത് നിർത്തി. എന്നിട്ട് ലക്ഷ്മണകുമാരൻ പതുക്കെ അഭിമന്ത്രിച്ചു. ദശരഥ നന്ദനായ ശ്രീരാമചന്ദ്രദേവൻ ധർമ്മസ്വരൂപിയും സത്യസന്ധനും പൗരുഷത്തിൽ അദ്വിതീയനുമാകയാൽ ഹേ ദിവ്യാസ്ത്രമേ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കൂ. പ്രാർത്ഥനാപൂർവം തൻ്റെ കയ്യിലുള്ള മനോഹരമായിട്ടുള്ള ആ ഐന്ദ്രാസ്ത്രം എടുത്ത് ചേർത്ത് വെച്ചു. ഐന്ദ്രാസ്ത്രത്തിന് നിരവധി തരത്തിലുള്ള ഗുണങ്ങളുണ്ടായിരുന്നു. തൊട്ടാൽ തീയെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അസ്ത്രമായിരുന്നു ഐന്ദ്രാസ്ത്രം. ലോകകണ്ടകനായ അസുരേന്ദ്ര സൂനോ നിഗ്രഹത്തിന് വേണ്ടി എടുത്ത ആ ശരം ഉരുണ്ടതും ഉത്തമ തൂവൽ വെച്ചതും നല്ല മൊട്ടോടുകൂടി അഴകാർന്നതും പൊൻകൊത്തുപണികൾ കൊണ്ട് വിചിത്രമാർന്നതും സർവാവയവ വിച്ഛേദ ശക്തിയുള്ളതും തടുത്തു നിർത്തുവാൻ ഒന്നുകൊണ്ടും സാധിക്കാത്തത്ര ദുസ്സഹമാർന്നതും അരക്കന്മാരെ മുഴുവൻ ഭയതരളിതമാക്കുന്നതും അത്യുഗ്ര സർപ്പത്തിന്റെ കാഗോള വിഷം പോലെയുള്ളതും ദേവവൃന്ദങ്ങൾ മുഴുവൻ ഭക്തിപൂർവം പൂജിക്കുന്നതും മഹാവീരനും പ്രഭുവും
ഹരിവാഹനനുമായ ദേവേന്ദ്രൻ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദൈത്യരെ മുഴുവൻ വിജയിച്ചതും ഏതൊരു ഭയങ്കര സമരത്തിലും പിന്മടങ്ങാത്തതുമാണ് ഐന്ദ്രാസ്ത്രത്തിന്റെ പ്രത്യേകത. ആ ഐന്ദ്രാസ്ത്രമാണ് മന്ത്രപൂർവം ഇന്ദ്രജിത്തിന്റെ വധത്തിനു വേണ്ടി സാക്ഷാ ലക്ഷ്മണകുമാരൻ മനസ്സിൽ മന്ത്രം ചൊല്ലി തൻ്റെ ജ്യേഷ്ഠനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവ്യാസ്ത്രത്തിനോട് ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുവാൻ പറഞ്ഞുകൊണ്ട് അത് നീട്ടി അയച്ചു. അഗ്രജനെ അചഞ്ചലമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച സുമിത്രാനന്ദനൻ ലക്ഷ്മണകുമാരൻ ലക്ഷ്യം പിഴയ്ക്കാത്ത അമ്പുകളയക്കുന്ന ആ വീരൻ അത്യുഗ്ര സമരത്തിൽ സർവ്വദേവന്മാർക്കും ഭയാവഹനായ ഇന്ദ്രജിത്തിനെ നേരിട്ട് ഐന്ദ്രാസ്ത്രത്തെ സന്ധാനം ചെയ്തുകൊണ്ട് അയച്ചു. ഉജ്ജ്വലിക്കുന്ന കുണ്ടലങ്ങളും സുമനോഹരമായ കിരീടവും അണിഞ്ഞ ഇന്ദ്രജിത്തിന്റെ നേർക്ക് പാഞ്ഞു ചെന്ന ഐന്ദ്രാസ്ത്രം ഇന്ദ്രജിത്തിന്റെ ശിരസ് ഉടനെ തന്നെ ഉടലിൽ നിന്ന് വേർപെട്ട് മണ്ണിൽ പതിച്ചു. രാവണപുത്രന്റെ മുറിഞ്ഞു വീണ ഭീമ ശിരസ് ചോര വാർത്തുകൊണ്ട് തങ്കപ്പൊൻ നിറമാർന്ന് ഭൂമിയിൽ പതിച്ചു. പോർച്ചട്ടയും കിരീടവും വില്ലും എല്ലാം ദൂരെ തെറിച്ചുകൊണ്ട് ആ രാവണന്റെ പുത്രൻ ഹതനായി പാർത്തട്ടിൽ പതിച്ചു. അത്യാനന്ദത്താൽ തുള്ളിച്ചാടുന്ന വാനരന്മാർ വിഭീഷണനോടൊപ്പം ആർത്തു വിളിച്ചു. വൃത്രാസുരവധം നടക്കുന്നത് പോലെ ദേവന്മാർക്ക് സന്തോഷമായി. അമ്പരതലത്തിൽ അണിനിരന്ന് നിൽക്കുന്ന അമരന്മാരും മഹർഷീശ്വരന്മാരും ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും തുടങ്ങിയവരുടെ വൻഘോഷം അഭൂതപൂർവമായി എല്ലായിടത്തും അലയടിച്ചു. കവികളുടെ ഏറ്റുമുട്ടലുകൾ ആയുധമെല്ലാം ഉപേക്ഷിച്ച നിശാചരന്മാർ തൻ്റെ ഇടമില്ലാതെ ഇത് കണ്ടുകൊണ്ട് ലങ്കയിലേക്ക് പാഞ്ഞു. പേടിച്ചു വിറച്ച രാക്ഷസപ്പട ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവനെ സംരക്ഷിക്കുവാൻ ലങ്കാനഗരിയുടെ ഉള്ളിലേക്ക് പാഞ്ഞു. സൂര്യൻ അസ്തമിച്ചാൽ രശ്മികളൊന്നും ഭൂതലത്തിൽ നിൽക്കാത്തതുപോലെ രാവണി വീണപ്പോൾ നക്തഞ്ചരന്മാർ ദിക്കുകളിലെല്ലാം പോയി ഒളിച്ചു. രശ്മിയില്ലാത്ത ആദിത്യനെ പോലെ കെട്ടടങ്ങിയ ചിന്തി പോലെ ഇന്ദ്രജിത്ത് ക്രമത്തിൽ തേജസ്സെല്ലാം അറ്റവനായി. മേഘനാഥൻ ഹതനായത് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചു. മഹാപാപകൃത്യങ്ങളിൽ ആസക്തനായ അസുരവരൻ വധിക്കപ്പെട്ടത് കണ്ട് ഭഗവാൻ ദേവേന്ദ്രൻ മറ്റു ദേവന്മാരൊന്നിച്ച് ആനന്ദിച്ച് രസിക്കുവാൻ തുടങ്ങി. അവർ സ്വർഗത്തിൽ നിന്ന് മുഴക്കിയ പെരുമ്പറനാദം ഭൂമിയിൽ അലയടിച്ചു. അപ്സരസുകളോടുകൂടി മഹാത്മാക്കളായ ഗന്ധർവന്മാർ നർത്തനം തുടങ്ങി. എല്ലാവരും അത്ഭുതകരമായ മട്ടിൽ പൂമഴ പൊഴിച്ചു. നിഷ്ഠൂരനായ നക്തഞ്ചരനെ വധിച്ചപ്പോൾ അമരന്മാർ സ്തുതിച്ചു തുടങ്ങിയത് അഭൂതപൂർവമായി എല്ലാവർക്കും തോന്നി. ദിക്കുകൾ മാത്രമല്ല, ജലപ്രവാഹങ്ങൾ കൂടി തെളിഞ്ഞു. ദൈത്യരും ദാനവന്മാരും സന്തുഷ്ടരായി. ജീവികൾക്കെല്ലാം ഭയം മാത്രം നൽകിയിരുന്ന രാവണി ഹതനായത് കാണുവാൻ എല്ലാവരും അന്തരീക്ഷത്തിൽ തിക്കിത്തിരക്കി നിൽക്കുകയാണ്. ദേവഗന്ധർവ ദാനവന്മാർ ഒന്നിച്ചുകൂടി ഉച്ചത്തിൽ എല്ലാവരും പറഞ്ഞു, ഇതാ ഭയവും ദുഃഖവും ത്യജിച്ച് ബ്രാഹ്മണന്മാർ ഈ നിമിഷം മുതൽ സ്വച്ഛന്തം നടക്കട്ടെ. ചുറ്റും നിൽക്കുന്ന കപിപുങ്കവന്മാർ ആഹ്ലാദഭരിതരായി ലക്ഷ്മണകുമാരനെ വാഴ്ത്തി. നിസ്തുല്യ ബലവാനായ ഇന്ദ്രജിത്തിനെ വധിച്ചതിനാൽ വിഭീഷണനും ഹനുമാനും ജാമ്പവാനും തുടങ്ങിയവരെല്ലാം സൗമിത്രിയെ പുകഴ്ത്തിയതിന് കണക്കേയില്ല. അത്രമാത്രം സന്തോഷവും അഭിമാനവും ഏവർക്കുമുണ്ടായി. വംശത്തിനുചിതമായ നിലയിൽ മർക്കടമുഖ്യന്മാർ ആർത്ത് അലറി കൂക്കി വിളിച്ച് ചാടിക്കളിച്ച് ചുറ്റുപാടും അടുത്തു ചെന്ന് വാലിട്ടു വീശി കൈകൊട്ടി സ്തുതിഗീതങ്ങൾ പാടി ലക്ഷ്മണകുമാരൻ വിജയിക്കട്ടെ ഇങ്ങനെ ആർത്താർത്ത് വിളിച്ചു. പ്രിയ സുഹൃത്തായ കുമാരൻ ഇന്ദ്രജിത്തിനെ വധിച്ചത് അതിവിസ്മയത്തോടുകൂടി അമരന്മാരെല്ലാം നോക്കി നിന്നു. ഇന്ദ്രജിത്തിന്റെ മരണത്തോടുകൂടി അങ്ങേയറ്റം ഭയതരളിതരായിട്ടുള്ള രാക്ഷസപ്പട ലങ്കാനഗരിയിലേക്ക് ഓടുകയും ഇന്ദ്രജിത്തിന്റെ മരണം കണ്ട ദേവഗണങ്ങളുടെ സന്തോഷവും ഇന്ദ്രജിത്ത് താഴെ പതിച്ചത് കണ്ട വാനരപ്പടയും ഹനുമാനടക്കമുള്ള വീരാധിവീരന്മാർ ലക്ഷ്മണകുമാരനെ പുകഴ്ത്തുന്നതുമെല്ലാം നിലനിൽക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.